കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള തിരുവചനമാണ്. കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കണമേ. ഒരു ദിവസം ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുത്തേക്ക് വന്നു. സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനായിരുന്നു അവൻ. ആരും അവനെ സ്പർശിക്കുകയോ അടുത്തു വരികയോ ചെയ്തിരുന്നില്ല. ശരീരത്തിലെ രോഗത്തേക്കാൾ വേദനാജനകമായിരുന്നു അവന്റെ ഏകാന്തതയും അപമാനവും. എന്നാൽ അവൻ യേശുവിൽ പ്രത്യാശ കണ്ടു. യേശുവിന്റെ പാദങ്ങളിൽ വീണുകൊണ്ട് അവൻ പറഞ്ഞു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു അവനെ അകറ്റിയില്ല, മറിച്ച് കരുണയോടെ കൈനീട്ടി അവനെ സ്പർശിച്ചു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധനാകുക എന്നരുളി ചെയ്തു. ഉടനെ അവന്റെ കുഷ്ഠം മാറി. വർഷങ്ങളായി അനുഭവിച്ചിരുന്ന വേദനയും ഏകാന്തതയും അവസാനിച്ചു. യേശുവിന്റെ ഒരു സ്പർശം അവന്റെ ശരീരത്തെ മാത്രമല്ല, അവന്റെ ജീവിതത്തെയും സമൂഹത്തിലേക്കുള്ള തിരിച്ചുവരവിനെയും സൗഖ്യമാക്കി. ഈ വചനത്തിൽ യേശുവിന്റെ കരുണയുള്ള ഹൃദയം നാം കാണുകയും ആരും സമീപിക്കാത്തവന്റെ അടുത്തേക്ക് യേശു എത്തുന്നു. മറ്റുള്ളവർ അശുദ്ധൻ എന്ന് വിളിച്ചവനെ യേശു ഒരു മനുഷ്യനായി, ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനായി കാണുന്നു. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ കുഷ്ഠരോഗിയുടെ വാക്കുകളിൽ വലിയ വിശ്വാസമുണ്ട്. അവൻ യേശുവിന്റെ ശക്തിയെ സംശയിച്ചില്ല. തന്റെ ജീവിതത്തിൽ ഇടപെടാനുള്ള യേശുവിന്റെ മനസ്സിനെയാണ് ആശ്രയിച്ചത്. യേശുവിന്റെ മറുപടി വളരെ മനോഹരമാണ്. എനിക്ക് മനസ്സുണ്ട്. ഇന്ന് നമ്മുടെ വേദനകളുടെ മുമ്പിൽ യേശു പറയുന്നത് ഇത് തന്നെയാണ്. എനിക്ക് മനസ്സുണ്ട്. നിന്റെ ജീവിതത്തെ സ്പർശിക്കുവാനും നിന്നെ സൗഖ്യമാക്കുവാനും എനിക്ക് മനസ്സുണ്ട്. നമ്മുടെ ജീവിതത്തിലും ചില കുഷ്ഠരോഗങ്ങൾ ഉണ്ടാകാം. വെറുപ്പ്, ക്ഷമിക്കാനാകാത്ത മനസ്സ്, അസൂയ, കുറ്റബോധം, നിരാശ, ഏകാന്തത, തകർന്ന ബന്ധങ്ങൾ. ലോകം നമ്മെ തള്ളിപ്പറഞ്ഞാലും യേശു നമ്മെ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ കുഷ്ഠരോഗിയെ പോലെ യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി പറയാം, കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കണമേ. അതോടൊപ്പം യേശുവിനെ അനുഗമിക്കുന്നവരായ നാം മറ്റുള്ളവരെ അകറ്റാതെ ഒരു സ്നേഹസ്പർശവും ആശ്വാസവാക്കും കരുണയും നൽകുന്നവരാകണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ യേശുവിന്റെ സ്നേഹത്തിന്റെ സ്പർശമായി മാറുക. അതാണ് ഇന്നത്തെ വചനത്തിന്റെ വലിയ ജീവിത സന്ദേശം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ ഈശോയെ, കുഷ്ഠരോഗിയെ കരുണയോടെ സ്പർശിച്ച് സൗഖ്യമാക്കിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അശുദ്ധികളെയും വേദനകളെയും സൗഖ്യമാക്കണമേ. ഞങ്ങൾ തള്ളിക്കളഞ്ഞവരെയും സ്നേഹത്തോടെ കാണുവാൻ കൃപ തരണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ വെറുപ്പും അസൂയയും ക്ഷമിക്കാനാകാത്ത മനസ്സും നീക്കി സ്നേഹവും കരുണയും നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്ന ഒരു അനുഗ്രഹമാക്കണമേ. ഈശോയെ, അങ്ങയുടെ കരുണയുടെ ഈ സ്പർശം ഞങ്ങൾക്ക് ഇന്നും നൽകണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.